നമ്മളിന്ന് നമ്മുടെ ചാനലിൽ കൂടി മൈ ലൈഫ് മൈ മൂവി എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കൂടിയിട്ട് ഇന്ന് നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അലിൻ ജോസ് പെരേരയാണ്. വളരെ തന്തയ്ക്ക് വിളികളും അതേപോലെ തന്നെ അപഹാസ്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ചെറിയ വൈകല്യങ്ങളെ നമ്മൾ എടുത്തുകൊണ്ട് അലക്കുമെങ്കിലും നമ്മുടെ ഒരുപാട് നടന്മാർ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് ഇന്നൊരു അവസരം കിട്ടാതെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഒന്നും അല്ലാതായി പോയ കുറച്ച് ആൾക്കാർ നമുക്കറിയാം. പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വൈകല്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ഒരുപാട് മീഡിയകളൊക്കെ ഇന്ന് ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗൂഗിളിൽ അടിക്കുക ഈ അലൻ ജോസിനെ കുറിച്ചിട്ടൊന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് ഗൂഗിളിൽ പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആലിൻ ജോസ് പെരേര സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ്. പ്രധാനമായും സിനിമകളുടെ തിയേറ്റർ റിവ്യൂകളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. സിനിമ ഇറങ്ങുന്ന ദിവസം തിയേറ്ററിന് മുന്നിൽ നിന്ന് തത്സമയം സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്ന രീതി അദ്ദേഹത്തെ പ്രേക്ഷകർക്കിടയിലെത്തിച്ചു. ഇതുകൂടാതെ ഡാൻസ്, പാട്ട് തുടങ്ങിയ മേഖലകളിലും ആലിൻ ജോസ് പെരേര തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സിനിമയിൽ ഒരു കരിയർ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സമീപകാലത്ത് രേണുസുതിയുടെ പുതിയ വെബ് സീരീസിലും ആലിൻ ജോസ് പെരേര ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഈ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നിരുന്നാലും ആലിൻ ജോസ് പെരേരയെക്കുറിച്ച് ചില വിവാദങ്ങളുമുണ്ടായിട്ടുണ്ട്. ഒരു അഭിമുഖത്തിനിടെ സഹപ്രവർത്തകരെ അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വിമർശനമുയർന്നിരുന്നു. നടൻ കൊല്ലം സുധിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ ചെയ്ത ഒരു ഡാൻസ് വീഡിയോ വിവാദമാകുകയും അതിനെ തുടർന്ന് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. ഒരു ട്രാൻസ്ജെൻഡർ യുവതി നൽകിയ പരാതിയിൽ ലൈംഗികാതിക്രമം ആരോപിക്കപ്പെട്ട ഒരു കേസിൽ സന്തോഷ് വർക്കിക്കൊപ്പം ആലിൻ ജോസ് പെരേരയുടെ പേരും പരാമർശിക്കപ്പെട്ടിരുന്നു. മീ ടു ആരോപണവും അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഒരു യുവതി തനിക്ക് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു എന്ന് ആരോപണമുന്നയിച്ചിരുന്നു. ചുരുക്കത്തിൽ സിനിമാ റിവ്യൂകളിലൂടെയും മറ്റ് കലാപരമായ കഴിവുകളിലൂടെയും ശ്രദ്ധേയനായ ഒരു സോഷ്യൽ മീഡിയ താരമാണ് ആലിൻ ജോസ് പെരേര. ആലിൻ ജോസ് പെരേര പ്രധാനമായും സിനിമാ റിവ്യൂകളിലൂടെയും സോഷ്യൽ മീഡിയ റീലുകളിലൂടെയുമാണ് പ്രശസ്തനായത്. അദ്ദേഹത്തിന്റേതായി ചില സിനിമകളോ ഷോർട്ട് ഫിലിമുകളോ ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും വലിയ പ്രൊജക്ടുകളിൽ പ്രധാന വേഷങ്ങൾ ചെയ്തതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട സിനിമകളുടെ പട്ടിക ലഭ്യമല്ല. എങ്കിലും ലഭ്യമല്ലാത്ത വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഷോർട്ട് ഫിലിമുകൾ. അദ്ദേഹം പല ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇവയുടെ പേരും വിവരങ്ങളും പൊതുവായി ലഭ്യമല്ല. സംഗീത ആൽബങ്ങൾ. ചില മ്യൂസിക് ആൽബങ്ങളിലും അദ്ദേഹം ഭാഗമായിട്ടുണ്ട്. വെബ് സീരീസുകൾ. അടുത്തിടെ രേണുസുതിയോടൊപ്പം ഒരു വെബ് സീരീസിൽ അലിൻ ജോസ് പെരേര അഭിനയിക്കുന്നുണ്ടെന്ന് വാർത്തകൾ വന്നിരുന്നു. സീരിയലുകൾ. മഴവിൽ മനോരമയിലെ മീനൂസ് കിച്ചൺ എന്ന സീരിയലിൽ കല്യാണ ബ്രോക്കറായ റാം എന്ന കഥാപാത്രത്തെ അലിൻ ജോസ് അവതരിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ കൃത്യമായ സിനിമകളുടെ പേരുകൾ ഇപ്പോൾ നൽകാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളോ വിശ്വസനീയമായ സിനിമാ വെബ്സൈറ്റുകളോ പരിശോധിച്ചാൽ ഒരുപക്ഷേ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചേക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് കാലത്തിൻ്റെ ഒരു പോക്കേ? കാര്യം നെഗറ്റീവാണ് ഇപ്പം പോസിറ്റീവിനെക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. അങ്ങനെ സിനിമകൾ തന്നെ ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു വിവാദത്തെയോ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും അലീനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ നല്ല കമൻസുകൾ പോരട്ടെ. മാക്സിമം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.